ബിഗ് ബോസ് 8 അഗ്നിപരീക്ഷയുടെ നാളത്തെ വീണ്ടും പുതിയൊരു പ്രൊമോ വന്നിരിക്കുകയാണ്. കട്ടക്കലിപ്പിൽ രഞ്ജിനി പറയാണ്, വെൻ വി സേ നോ മോർ ടോക്കിംഗ്, നമ്മൾ നിങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ദെൻ സ്റ്റോപ്പ് ടോക്കിംഗ്, നിർത്തിക്കോണം, വായ അടച്ച് മിണ്ടാതെ നിന്നോണം, നമ്മൾ പറയുന്ന നിങ്ങൾ കേട്ടോണം. വിട്ടുകൊടുക്കുന്നില്ല. അളകനന്ദ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വീണ്ടും രഞ്ജിനിയുടെ അടുത്ത് ഫയർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അഖിൽ മാരാർ പറയുന്നു, നമ്മളെയൊക്കെ പിന്നെ ഇവിടെ എന്തിനാ ഇരുത്തിയിരിക്കുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയ ഇഷ്ടത്തിന് കളിക്കാനാണെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ എന്തിനാ ഇരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. ടാസ്ക് കൊടുക്കുന്നു, നഴ്സറി ലെവൽ ടാസ്കുകളാണ്. അതിനകത്ത് തന്നെ ഒരു പയ്യൻ തല ഇടിച്ച് വീഴുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രൊമോക്കകത്തും കാണാൻ പറ്റുന്നത് ജഡ്ജസും അതുപോലെ കണ്ടസ്റ്റൻസും കൂടെ വഴക്ക്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര്. ഇവർ ജഡ്ജസിനെ തോപ്പിക്കാനാണോ വന്നത്, ടാസ്ക് കളിച്ച് ജയിച്ച് ബിഗ് ബോസിൽ കയറാനാണോ വന്നതെന്നാണ് എൻ്റെ സംശയം. ഉള്ളത് പറയാലോ, വരുന്ന പ്രൊമോകളിൽ മൊത്തം വഴക്കാണ്. വേറെ ഒരു കണ്ടന്റും ഇതിനകത്ത് ഇല്ലേടേ. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പ്രൊമോ കണ്ടായിരുന്നോ? പറയാം. പ്രൊമോയുടെ എക്സ്പ്ലനേഷനും അതോടൊപ്പം തന്നെ ടാസ്കുകളും കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ആയുസിന്റെ ബലം കൊണ്ട് ഞാനിതെല്ലാം കണ്ടിരിക്കുന്നു. കാരണം ബിഗ് ബോസിന്റെ നഴ്സറി ലെവൽ ടാസ്കുകളെല്ലാം റീലോഡഡ് ആയിരിക്കുകയാണ്. മിക്കവാറും അടുത്ത ആഴ്ച ഡാൻസും പാട്ടും കൂത്തും എല്ലാം കാണാനുള്ള സാധ്യതയുണ്ട്. രഞ്ജിനി ഇവിടെ നടക്കുന്ന വിഷയങ്ങളെല്ലാം കണ്ടിട്ട് ഇതൊക്കെ റീചെക്ക് ചെയ്യണം, ഈ വിഷ്വൽസ് ഒക്കെ റീചെക്ക് ചെയ്യണം. അയാൾ കളിച്ചിരിക്കുന്ന കുറച്ച് ഫെയർ ആയിട്ടാണ്, നീ കളിച്ചിരിക്കുന്നത് കുറച്ച് സ്ട്രാറ്റജിക്കൽ ആയിട്ടാണ് എന്നെല്ലാം പറയാണ്. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് പുതിയ പ്രൊമോ എന്താണെന്ന് പറയാം. എല്ലാവർക്കും എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ്, മോട്ടിവേഷൻ ആണ്. സോ അതൊക്കെ ചെയ്യുക. ദെൻ FBയിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ്. ഇത് TV-യിൽ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം TV-യിൽ വന്നിട്ടുള്ള ടുമാറോ പ്രൊമോയാണ്. അതിനകത്ത് ആദ്യം തന്നെ ഇന്ന് രാവിലെ വന്നിട്ടുള്ള പ്രൊമോയുടെ ചെറിയൊരു കട്ട് കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഇപ്പം അവിടെ കാണിച്ചത് ശരിയായില്ല, മറ്റേ പൂജയ്ക്ക് എൻട്രി കൊടുത്തത് ശരിയായില്ല, ഇമോഷണൽ ഡ്രാമ കളിച്ച് കയറിയിട്ട് എന്ന് പറയുന്ന സാധനമാണ്. അതവിടെ കഴിയുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അളകനന്ദ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്തോ രഞ്ജിനി അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് രഞ്ജിനി പറയുന്നത്, എന്താ, ഡൺ മതിയായി. When we say no more talking, നമ്മൾ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ then no you stop talking, നിർത്ത് നിങ്ങളുടെ സംസാരം എന്നിങ്ങനെ പറയാണ്. അളകനന്ദ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്താണ് പറയുന്നത്. കാരണം ഇന്ന് വന്നിട്ടുള്ള ഫോട്ടോസും ഇതിനകത്ത് കണ്ട ആളും കൂടെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കത് ആളാണെന്ന് മനസ്സിലായതേ. അപ്പോൾ അങ്ങനെ അളകനന്ദ ഒരുമാതിരി അങ്ങ് ആവുകയാണ്. അളകനന്ദ ഒരുമാതിരി ആവുന്നു. ദെൻ അതിനുശേഷം പിന്നീട് ഒരു ഗെയിം കാണിക്കണം. ഒരു ഗെയിം, ബിഗ് ബോസ് സീസൺ 4 ആണെന്ന് തോന്നുന്നു ആ ഗെയിം ഉണ്ടായിരുന്നു. അതായത് ഒരു ടീമിനകത്ത് ഇപ്പം നാളെ സെലക്ട് ചെയ്യുമ്പോൾ 6-7 പേരൊക്കെ വരുമായിരിക്കുമല്ലോ. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ നീളമുള്ള വടി കൊടുക്കും. ഇവർ ബസർ അടിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ആ വടി പിടിക്കുക. നമ്മുടെ വടി വിട്ടിട്ട് അപ്പുറത്തെ വടിയിലോട്ട് പിടിക്കുക. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നവൻ നമ്മുടെ വടിയിൽ പിടിക്കും. അങ്ങനെ പിടിച്ച് അവസാനം വരെ വടിയായിട്ട് നിൽക്കുന്ന ആൾ ആരാണോ അവർ ജയിക്കും. അതാണ് ടാസ്ക്. നമ്മളിത് മുന്നേ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള നഴ്സറി ടാസ്ക് ആണ്. ഈ സാധനം വന്ന് കളിച്ച് അവസാനം 2 പേരുണ്ട്. അപ്പൊ 2 പേരുള്ളപ്പോൾ ഇവർ 2 പേരും പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, 2 പേരുടെയും പിടി വിട്ടിട്ട് അപ്പുറത്തെ വടിയിലോട്ട് പിടിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ബസർ അടിക്കുമ്പോഴായിരിക്കും ഇവർ എന്ത് ചെയ്യേണ്ടത്, മിക്കവാറും വിട്ടിട്ട് അപ്പുറത്തിലോട്ട് പിടിക്കേണ്ടത്. ബസർ അടിക്കുന്നതിന് മുന്നേ ഇവരുടെ തോന്നിവാസം പോലെ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇവർ പിടിക്കാനായിട്ട് തുടങ്ങുമ്പോഴേ എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജസ് അതുപോലെ തന്നെ ആങ്കർ ബാക്കിയുള്ളവർ ഈ എന്തുവായി കാണിക്കുന്നു എന്നുള്ള ലെവലിൽ ചോദിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ബസർ ഉണ്ട് കേട്ടോ. ബസർ അടിക്കുമ്പോഴാണ് ഇതിങ്ങനെ പിടിച്ച് മാറേണ്ടത്. അപ്പോഴാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്, നിങ്ങൾ തോന്നിയത് കണക്ക് കാണിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വെച്ച് കട്ടക്കലിപ്പിലാണ് അഖിൽ മാരാർ. അപ്പോഴാണ് അളകനന്ദ എന്ന് പറയുന്ന നേരത്തെ രഞ്ജിനിയുടെ കൂടെ വഴക്കായ കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ, ആ കണ്ടസ്റ്റന്റ് അടുത്ത് ഇങ്ങനെ മണിയൊക്കെ എടുത്ത് കാണിച്ച് നിർത്തിക്കോ മതിയാക്ക് എന്നിങ്ങനെ പറയാണ്. അതേ അളകനന്ദ പറയാണ്, എൻ്റെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തൊള്ള ഇറക്കി വർത്താനം പറയുന്നത് കൊണ്ട് ഏതാണ് ഈ പെണ്ണ് എന്ന് ഭയങ്കര ഒച്ചത്തിൽ. എനിക്ക് തോന്നുന്നു അത് അളകനന്ദയുടെ ഇൻട്രോ പറയുന്ന സാധനമാണോ അതോ ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രഞ്ജിനിയോട് വഴക്ക് കൂടുന്നതാണോ എന്ന് ഒരു പിടിയുമില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഡയലോഗ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അളകനന്ദ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഏതോ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് എന്തോ ഒരു പ്രശ്നമായി, എന്തോ ഒരു ഇവരുടെ കണ്ണിന് പിടിക്കാത്ത എന്തോ ഒരു സാധനം, അതായത് പെട്ടെന്ന് നമ്മുടെ കണ്ണിലെല്ലാം അട്രാക്ട് ചെയ്യണമെന്നില്ലല്ലോ, ക്യാച്ചപ്പ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പൊ രഞ്ജിനി പറയാണ്, പ്ലീസ് ചെക്ക് ദ വിഷ്വൽസ്, ഒന്നും കൂടി എന്ത് ചെയ്യുക, ഇവിടെ നടന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയാണ്. എന്നിട്ട് അതെല്ലാം കഴിയുന്നു. അപ്പൊ നമ്മുടെ വടിയുടെ ടാസ്കിന്റെ ഇഷ്യൂ തന്നെയാണ്. രഞ്ജിനി എല്ലാവരെയും നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു,
നിങ്ങളുടെ രണ്ടുപേരുടെയും ഗെയിം ഇഷ്ടപ്പെട്ടു. വി ലൈക്ക് ബോത്ത് ഓഫ് യുവർ ഗെയിംസ്. പക്ഷേ ജെറ്റിയാണ് കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലി കളിച്ചത്. ജെറ്റി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒന്ന് പേര് പറഞ്ഞതേ ഉള്ളൂ, ജെറ്റി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന്. അപ്പോൾ ജെറ്റിയാണ് കുറച്ചും കൂടി സ്ട്രാറ്റജിക്കലി കളിച്ചത്. താഷി കുറച്ചുകൂടി ഫെയർ ആയിട്ട് കളിച്ചു. താഷി എന്ന് പറയുന്ന താഷി രാജ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ താഷി കുറച്ചുകൂടി ഫെയർ ആയിട്ട് കളിച്ചു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ റനീഷ പറയാണ് ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് ജഡ്ജസിന്റെ തീരുമാനം തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. ഫൈനൽ വേർഡ് നിങ്ങൾ ജയിച്ചോ തോറ്റോ, അപ്പോൾ അത് എനിക്കതാണ് മനസ്സിലായത്. ജയിച്ചോ തോറ്റോ വാട്ടവർ, ഫൈനൽ വേർഡ് അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ ജഡ്ജസിൻ്റെതാണ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ലൊള്ളിത എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ഞാൻ ഈ ഫോട്ടോയും ഇന്നലെ വന്ന ഫോട്ടോയും ഇന്ന് വന്ന വീഡിയോകൾ വെച്ച് നോക്കിയിട്ടാണ് എനിക്ക് പേരൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ലൊള്ളിത എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പറയാണ് ഞാൻ ഇരുന്ന് കണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ 1 ആണ് എന്ന് പറയാം. അപ്പൊ അഖിൽമാരാർ പറയണു 11ാമത്തെ വയസ്സിലാണല്ലേ ഇരുന്ന് കണ്ടത്, നല്ല ബുദ്ധി ഉറച്ച പ്രായം. അപ്പൊ രഞ്ജിനി പറയണ 2018 കണ്ടതാണല്ലേ, മനസ്സിലായി എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് അടുത്തൊരു ടാസ്ക് കാണിക്കുകയാണ്. ആ ടാസ്കിനകത്ത് കുറേ കളർ പേപ്പറുകൾ, നമ്മളിങ്ങനെ പോപ്പർ പൊട്ടിക്കുമ്പോഴത്തേക്കും കുറേ കളർ പേപ്പറുകൾ വരത്തില്ലേ, അതേപോലെ കുറേ കളർ പേപ്പറുകൾ, ചെറിയ 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 കളർ പേപ്പറുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് താഴെ ഇട്ടിരിക്കുന്നു. എല്ലാവരും സ്ട്രോ കൊണ്ട് ഇതിനെങ്ങനെ എടുത്തുകൊണ്ട് പോയി എന്ത് ചെയ്യുന്നു, അവരവർക്ക് കൊടുത്തിട്ടുള്ള ഓരോ ബൗളുകളിലായിട്ട് നിക്ഷേപിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്, അതായത് മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, ഇതെല്ലാം അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, ഓരോ കളർ ആയിരിക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ടാസ്ക് അല്ലേ ഡേ, അത് ഇത്തിരി നഴ്സറി ആണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എയർ പിടിച്ച് നിൽക്കണം. അതായത് സ്ട്രോയുടെ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമുക്ക് തന്നിരിക്കുന്ന കളർ വളരെ ചെറിയ ഒരു പീസാണ്, വളരെ ചെറിയൊരു പേപ്പർ തുണ്ടാണ്. അപ്പോൾ ആ പേപ്പർ തുണ്ട് ഇങ്ങനെ വലിച്ച് താഴെ നിന്ന് ഊതി നമ്മുടെ കളറെ സെലക്ട് ചെയ്ത് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് ബൗളിൽ ഇടുന്നതായിരിക്കാം ടാസ്ക് എന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. ഏത് പട്ടിക്ക് കണ്ടു കഴിഞ്ഞാലും ആ സാധനം മനസ്സിലാകും, അത് വേറൊരു കാര്യം. അപ്പം അതിൻ്റെ ആ ടാസ്ക് നടക്കുന്നതിനിടയ്ക്ക് ഒരു പയ്യൻ്റെ തല എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെഡസ്റ്റലിൽ ഇടിച്ച് മറിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോൾ റിയാസും രഞ്ജിനിയൊക്കെ അയ്യോ തല ഇടിച്ചോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ പ്രൊമോക്കകത്തുള്ളത്. എപ്പിസോഡ് എന്തായാലും ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ വരും. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം മണി 11 12 മണിയാകുമ്പോൾ എപ്പിസോഡ് വരും. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരും. നിങ്ങൾ ആരും ഉറങ്ങാതെ ഇരിക്കുക. ഇന്നലെ ലേറ്റ് ആയിപ്പോയി, കാരണം എപ്പിസോഡ് വന്നപ്പോൾ ലേറ്റായി, അതുകൊണ്ട് നമ്മളും ലേറ്റായി. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസും മത്സരമൊന്നും അല്ല ഇതിൻ്റെ ഹൈലൈറ്റ്, ജഡ്ജസും കണ്ടസ്റ്റൻസും കൂടി എന്ത് ചെയ്യുന്നു, ഇവർ തമ്മിലുള്ള തല്ല്, ഇവർ തമ്മിലുള്ള വാക്പോര്, ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ, ഈ സാധനമാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. നല്ല നീണ്ട ഒരു പ്രൊമോ ആണ് കേട്ടോ. നമ്മുടെ ബിഗ് ബോസിന്റെ മെയിൻ സീസൺ കഴിഞ്ഞിട്ട് പ്രൊമോ വരുമല്ലോ, ഒരു 10-30 സെക്കൻഡ് ഉണ്ട്. ഇത് അതുപോലത്തെ പ്രൊമോ അല്ല, നല്ല ലെങ്തി പ്രൊമോയാണ് വന്നിരിക്കുന്നത്, നല്ല ലെങ്തി പ്രൊമോ. ഓക്കെ, എല്ലാവരും കണ്ടോന്ന് അറിയത്തില്ല പ്രൊമോ, മിക്കവാറും നാളെ രാവിലെ ചാനലിൽ വരുമായിരിക്കും. അങ്ങനെയാണല്ലോ സാധാരണ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.